ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഇന്ത്യ ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോകം ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ലോകം അടിസ്ഥാന വസ്തുതകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ്. ഉത്തരം 24 മണിക്കൂറാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 24 മണിക്കൂറാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനനിർണയം നടത്താനുള്ള രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ് ആണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനനിർണയം നടത്താനുള്ള രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ് ആണ്. 30 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. ആ പേരാണ് കുതിരക്ഷാംശങ്ങൾ. 30 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ അറിയപ്പെടുന്ന മറ്റു പേരാണ് കുതിരക്ഷാംശങ്ങൾ അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ്. ഭൂമിയുടെ ധ്രുവീയ വ്യാസവും ഇക്വിറ്റോറിയൽ വ്യാസവും തമ്മിലുള്ള വ്യത്യാസം 41 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ധ്രുവീയ വ്യാസവും ഇക്വിറ്റോറിയൽ വ്യാസവും തമ്മിലുള്ള വ്യത്യാസം 41 കിലോമീറ്റർ ആണ്. ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? ടോളമി. ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ടോളമിയാണ്. ഭൂമിയെ കുറിച്ച് ആദ്യമായി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയ ജനതയാണ് ഗ്രീക്കുകാർ. ഗ്രീക്കുകാരാണ് ഭൂമിയെ കുറിച്ച് ആദ്യമായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയത്. ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ടോളമിയാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടോളമിയാണ്. രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസങ്ങൾ അയനാന്തങ്ങളാണ്. രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് അയനാന്തങ്ങൾ. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. 180 ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത്. 180 ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത്. വിഷുവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം എന്നാണ്. വിഷുവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം എന്നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ 21-നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ പകൽ അനുഭവപ്പെടുന്ന തീയതി ജൂൺ 21-ആണ്. ഭൂമിയും സൂര്യനുമായുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ഏതാ? ജനുവരി 3-ആണ്. ഭൂമിയും സൂര്യനുമായിട്ടുള്ള അകലം ഏറ്റവും കുറഞ്ഞത് ജനുവരി 3-ലാണ്. രാത്രിയും പകലും തുല്യ ദൈർഘ്യമുള്ള എത്ര ദിവസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്? 2 ദിവസങ്ങളാണ്. രാത്രിയും പകലും തുല്യ ദൈർഘ്യമുള്ള 2 ദിവസങ്ങളാണ് ഒരു വർഷത്തിലായിട്ട് ഉള്ളത്. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് മധ്യ അക്ഷാംശ മേഖലാ പ്രദേശങ്ങൾ. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് മധ്യ അക്ഷാംശ മേഖലാ പ്രദേശങ്ങൾ. ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? 28 കിലോമീറ്റർ ആണ്. ഒരു മിനിറ്റിൽ 28 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. 1 ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ്. 1 ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ്. 2 വിഷുവങ്ങൾക്കിടയിലെ വ്യത്യാസം 6 മാസമാണ്. 2 വിഷുവങ്ങൾക്കിടയിലെ വ്യത്യാസം എത്ര മാസമാണ്? 6 മാസമാണ്. 2 രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം 0 ആകുന്നത് ധ്രുവങ്ങളിൽ വെച്ചാണ്. 2 രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം 0 ആകുന്നത് ധ്രുവങ്ങളിൽ വെച്ചാണ്. ആകെ അക്ഷാംശ രേഖകൾ ഉള്ളത് 179 അക്ഷാംശ രേഖകളാണ് ഉള്ളത്. ധ്രുവങ്ങൾ ബിന്ദുക്കളാണ്. ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം 179 ആണ്. ധ്രുവങ്ങൾ ബിന്ദുക്കളാണ്. ആകെ രേഖാംശ രേഖ എത്രയാ? 360 എണ്ണമാണ്. ആകെ അക്ഷാംശങ്ങളോ? 181. ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം 179, രേഖാംശ രേഖകളുടെ എണ്ണം 360, അക്ഷാംശങ്ങളുടെ എണ്ണം 181. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലാണ് ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21 ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസമാണ് ജൂലൈ 4.
ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ഏതാണ്? ജൂലൈ 4-നാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്ന പേരാണ് അപ്ഹിലിയോൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്നത് അപ്ഹിലിയോൺ എന്നാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്നത് എന്തായിരിക്കും? പെരിഹീലിയോൺ. സൂര്യനിൽ ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിനെ പറയുന്നത് പെരിഹീലിയോൺ എന്നാണ്. രേഖാംശത്തിലെ 15 ഡിഗ്രിയാണ് 1 മണിക്കൂർ സമയവ്യത്യാസം സൂചിപ്പിക്കുന്നത്. രേഖാംശത്തിലെ എത്ര ഡിഗ്രിയാണ് 1 മണിക്കൂർ സമയവ്യത്യാസം സൂചിപ്പിക്കുന്നത്? 15 ഡിഗ്രിയാണ്. ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ്തനീസ് ആണ്. ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ്തനീസ് ആണ്. പകലിന്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം കൂടുന്ന കാലം അറിയപ്പെടുന്നത് ഹേമന്തം എന്നതാണ്. പകലിന്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം കൂടുന്ന കാലം അറിയപ്പെടുന്നത് ഹേമന്തം എന്നാണ്. അടുത്തടുത്തുള്ള 2 രേഖാംശങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അകലമുള്ളത് ഭൂമധ്യരേഖയിലാണ്. അടുത്തടുത്തുള്ള 2 രേഖാംശങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അകലമുള്ളത് ഭൂമധ്യരേഖയിലാണ്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ ആണ്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എത്ര കിലോമീറ്റർ ആണ്? 111 കിലോമീറ്റർ ആണ്. ഉത്തര അയനാന്തം അഥവാ കർക്കടക അയനാന്തം അനുഭവപ്പെടുന്ന തീയതിയാണ് ജൂൺ 21. ഉത്തര അയനാന്തം അഥവാ കർക്കടക അയനാന്തം അനുഭവപ്പെടുന്നത് ജൂൺ 21-നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ രാത്രി അനുഭവപ്പെടുന്നത് ഡിസംബർ 22-നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ രാത്രി അനുഭവപ്പെടുന്നത് ഡിസംബർ 22-നാണ്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ലോ പ്രഷർ ബെൽറ്റുകളുടെ പേരാണ് ഡോൾഡ്രംസ്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ലോ പ്രഷർ ബെൽറ്റുകളുടെ പേരാണ് ഡോൾഡ്രംസ്. ഭൂമധ്യരേഖാ പ്രദേശത്തോടു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് 40,000 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്തു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് എത്ര കിലോമീറ്റർ ആണ്? 40,000 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്? 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ 30 ഡിഗ്രി വ്യത്യാസമാണ് ഉണ്ടായിരിക്കുക. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ 30 ഡിഗ്രി വ്യത്യാസമാണ് ഉണ്ടായിരിക്കുക. 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ്. 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര മിനിറ്റ് ആണ്? 4 മിനിറ്റ് ആണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്ത വിഷുവം അനുഭവപ്പെടുന്നത് മാർച്ച് 21-നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്ത വിഷുവം അനുഭവപ്പെടുന്നത് മാർച്ച് 21-നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ശരത് വിഷുവം അനുഭവപ്പെടുന്നത് എപ്പോഴായിരിക്കും? സെപ്റ്റംബർ 23-ആണ്. ഉത്തരാർദ്ധഗോളത്തിൽ ശരത് വിഷുവം അനുഭവപ്പെടുന്ന തീയതി സെപ്റ്റംബർ 23-ആണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്ത വിഷുവും അനുഭവപ്പെടുന്ന തീയതിയാണ് സെപ്റ്റംബർ 23. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്ത വിഷുവം അനുഭവപ്പെടുന്ന തീയതി എത്രയാണ്? സെപ്റ്റംബർ 23-ആണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ പകൽ അനുഭവപ്പെടുന്നതോ ഡിസംബർ 22-നാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ പകൽ അനുഭവപ്പെടുന്നത് ഡിസംബർ 22-നാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ രാത്രി അനുഭവപ്പെടുന്നതോ ജൂൺ 21-നാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ രാത്രി അനുഭവപ്പെടുന്നത് ജൂൺ 21-നാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത് വിഷുവം അനുഭവപ്പെടുന്നത് മാർച്ച് 21-നാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത് വിഷുവം അനുഭവപ്പെടുന്നത് മാർച്ച് 21-നാണ്. സമരാത്ര ദിനങ്ങൾ ഏതെല്ലാമാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. സമരാത്ര ദിനങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. ലോകത്ത് 24 സമയമേഖലകളാണുള്ളത്. ലോകത്തെ എത്ര സമയമേഖലകളാണുള്ളത്? 24. അടുത്തത് നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാം. പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനത്തിന് എന്താ അറിയപ്പെടുന്നത്? കോസ്മോളജി. പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കോസ്മോളജി എന്നാണ്. ദ്രവ്യം ഏതവസ്ഥയിലാണ് നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്? പ്ലാസ്മ. ദ്രവ്യം ഏതവസ്ഥയിലാണ് നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്? പ്ലാസ്മയിലാണ്. ആകെ നക്ഷത്ര സമൂഹങ്ങളുടെ എണ്ണം 88 ആണ്. ആകെ നക്ഷത്ര സമൂഹങ്ങളുടെ എണ്ണം 88 ആണ്. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാ? ഹൈഡ്രയാണ്.
ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്രയാണ്. മഹാവിസ്ഫോടന സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചത്തിന്റെ ഉദ്ഭവം ഉദ്ദേശം എത്ര കോടി വർഷം മുമ്പാണ്? 1370 കോടി വർഷം മുൻപാണ്. മഹാവിസ്ഫോടന സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചത്തിന്റെ ഉദ്ഭവം ഉദ്ദേശം 1370 കോടി വർഷം മുമ്പാണ് ഉള്ളത്. പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരകങ്ങൾ അറിയപ്പെടുന്നത് പൾസറുകൾ എന്നാണ്. ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരകങ്ങൾ അറിയപ്പെടുന്നത് പൾസറുകൾ എന്നാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗാലക്സികൾ ഏതു തരത്തിലാണ്? അണ്ഡാകൃതമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗാലക്സികൾ ഏതു തരമാണ്? അണ്ഡാകൃതമാണ്. ക്ഷീരപഥത്തോട് ചേർന്നുള്ള ഏറ്റവും വലിയ ഗാലക്സിയാണ് ആൻഡ്രോമീഡ. ക്ഷീരപഥത്തോട് ചേർന്നുള്ള ഏറ്റവും വലിയ ഗാലക്സിയാണ് ആൻഡ്രോമീഡ. നക്ഷത്രക്കൂട്ടങ്ങൾ അഥവാ കോൺസ്റ്റലേഷനുകൾക്ക് പേര് നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ്. നക്ഷത്രക്കൂട്ടങ്ങൾ അഥവാ കോൺസ്റ്റലേഷനുകൾക്ക് പേര് നൽകുന്നത് അല്ലെങ്കിൽ പേര് നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ്. 1919 സ്ഥാപിതമായ അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആസ്ഥാനം വരുന്നത് പാരീസ് ആണ്. 1919 സ്ഥാപിതമായിട്ടുള്ള അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആസ്ഥാനം വരുന്നത് പാരീസ് ആണ്. നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിലെ ദൂരം അളക്കുന്നതിനുള്ള ഏകകമാണ് പാർസെക്. നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിലെ ദൂരങ്ങൾ അളക്കാനുള്ള ഏകകമാണ് പാർസെക്. നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് അണുസംയോജനം. നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് അണുസംയോജനം. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി വരുന്നത് സർപ്പിളാകൃതിയാണ്. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. അതിന്റെ ആകൃതി സർപ്പിളാകൃതിയാണ്. പുതിയ നക്ഷത്രങ്ങൾ ഏറ്റവും കൂടുതലായി ഉള്ളത് ഏതുതരം നക്ഷത്ര സമൂഹങ്ങളിലാണ്? ക്രമരഹിത ഗാലക്സികളിലാണ്. പുതിയ നക്ഷത്രങ്ങൾ ഏറ്റവും കൂടുതലായുള്ളത് ക്രമരഹിത ഗാലക്സികളിലാണ്. രൂപഘടനയുടെ അടിസ്ഥാനത്തിലുള്ള 3 തരം ഗാലക്സികളാണ് ഉള്ളത്. ഒന്ന് ക്രമരഹിതം, സർപ്പിളാകൃതം, അണ്ഡാകൃതം. രൂപഘടനയുടെ അടിസ്ഥാനത്തിലുള്ള 3 തരം ഗാലക്സികളാണ് ഉള്ളത്. ഒന്ന് ക്രമരഹിതം, 2 സർപ്പിളാകൃതം, 3 അണ്ഡാകൃതം. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവാണ് ജോർജ് ഗാമോവ്. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവാണ് ജോർജ് ഗാമോവ്. നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്ന ഗാലക്സികളിലെ പ്രദേശം അറിയപ്പെടുന്നത് വ്യോമപടലം എന്നാണ്, നെബുല. നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്ന ഗാലക്സികളിലെ പ്രദേശം അറിയപ്പെടുന്നത് വ്യോമപടലം എന്നാണ്. ഭീമൻ നക്ഷത്രങ്ങളിൽ അവയുടെ വാതക ഇന്ധനം അവസാനിക്കുന്ന വേളയിൽ നടക്കുന്ന വൻ സ്ഫോടനം അറിയപ്പെടുന്നത് സൂപ്പർനോവ സ്ഫോടനം എന്നാണ്. ഭീമൻ നക്ഷത്രങ്ങളിൽ അവയുടെ വാതക ഇന്ധനം അവസാനിക്കുന്ന വേളകളിൽ നടക്കുന്ന വൻ സ്ഫോടനം അറിയപ്പെടുന്നത് സൂപ്പർനോവ സ്ഫോടനം എന്നാണ്. ക്ഷീരപഥത്തോട് ചേർന്നുള്ളതും ക്ഷീരപഥത്തിന്റെ ഉപനക്ഷത്ര സമൂഹങ്ങളായി കരുതപ്പെടുന്നതുമായ നക്ഷത്ര സമൂഹങ്ങളാണ് ലാർജ് മഗല്ലനിക് ക്ലൗഡ്, സ്മോൾ മഗല്ലനിക് ക്ലൗഡ്. ക്ഷീരപഥത്തോട് ചേർന്നിട്ടുള്ളതും ക്ഷീരപഥത്തിന്റെ ഉപനക്ഷത്ര സമൂഹങ്ങളായി കരുതപ്പെടുന്നതുമായിട്ടുള്ള നക്ഷത്ര സമൂഹങ്ങളാണ് ലാർജ് മഗല്ലനിക് ക്ലൗഡും സ്മോൾ മഗല്ലനിക് ക്ലൗഡും. ക്ഷീരപഥം കഴിഞ്ഞാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏക നക്ഷത്ര സമൂഹമാണ് ആൻഡ്രോമീഡ. ക്ഷീരപഥം കഴിഞ്ഞാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏക നക്ഷത്ര സമൂഹമാണ് ആൻഡ്രോമീഡ. നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ വാതകമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭീമൻ നക്ഷത്രങ്ങളുടെ അന്ത്യാവസ്ഥയെ കുറിക്കുന്ന തമോഗർത്തം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള അമേരിക്കൻ പത്രപ്രവർത്തകയാണ് ആൻ എവിങ്. ഭീമൻ നക്ഷത്രങ്ങളുടെ അന്ത്യാവസ്ഥയെ കുറിക്കുന്ന തമോഗർത്തം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവായ അമേരിക്കൻ പത്രപ്രവർത്തകയാണ് ആൻ എവിങ്. ഒരു പാർസെക് അഥവാ പാരലാക്സ് സെക്കൻഡ് എത്ര പ്രകാശ വർഷമാണ്? 3.26. ഒരു പാർസെക് എത്ര പ്രകാശ വർഷമാണ്? 3.26. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സിറിയസ്.
സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സിറിയസ്. ആദ്യമായി കണ്ടെത്തിയ തമോഗർത്തമാണ് സൈഗ്നസ്. ആദ്യമായി കണ്ടെത്തിയ തമോഗർത്തം ഏതാണ്? സൈഗ്നസ് ആണ്. പ്രോക്സിമ സെന്റൗറിയ 1915 കണ്ടെത്തിയത് റോബർട്ട് ഇൻസ് ആണ്. പ്രോക്സിമ സെന്റൗറിയ 1915 കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഇൻസ് ആണ്. തമോഗർത്തങ്ങളെ ആദ്യമായി നിർവചിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഓപ്പൻഹൈമർ. തമോഗർത്തങ്ങളെ ആദ്യമായി നിർവചിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഓപ്പൻഹൈമർ. ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സിറിയസ്? 8.6 പ്രകാശവർഷമാണ്. ഭൂമിയിൽ നിന്ന് 8.6 പ്രകാശവർഷം അകലെയാണ് സിറിയസ്. ഭൂമിയുടെ വടക്ക് ദിശയിലാണ് ധ്രുവ നക്ഷത്രമുള്ളത്. ഭൂമിയുടെ ഏത് ദിശയിലാണ് ധ്രുവ നക്ഷത്രം? വടക്ക് ദിശയിലാണ്. പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഢമായ ഗുരുത്വാകർഷത്വമുള്ള ബഹിരാകാശ വസ്തുവാണ് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ. പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഢമായിട്ടുള്ള ഗുരുത്വാകർഷത്വമുള്ള ബഹിരാകാശ വസ്തുവാണ് തമോഗർത്തം. ഏറ്റവും ചെറിയ നക്ഷത്ര സമൂഹമാണ് ക്രക്സ്. ഏറ്റവും ചെറിയ നക്ഷത്ര സമൂഹമാണ് ക്രക്സ്. തമോഗർത്തം എന്ന ആശയം അവതരിപ്പിച്ച US ശാസ്ത്രജ്ഞനാണ് ജോൺ ആർച്ചിബാൾഡ് വീലർ. തമോഗർത്തം എന്ന ആശയം അവതരിപ്പിച്ച US ശാസ്ത്രജ്ഞനാണ് ജോൺ ആർച്ചിബാൾഡ് വീലർ. 1969 അവതരിപ്പിച്ചത്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. സൂര്യന്റെ 20 മടങ്ങിലേറെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം എരിഞ്ഞു തീരുമ്പോൾ പ്രാപിക്കുന്നത് തമോഗർത്താവസ്ഥയാണ്. സൂര്യന്റെ 20 മടങ്ങിലേറെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം എരിഞ്ഞു തീരുമ്പോൾ പ്രാപിക്കുന്ന അവസ്ഥയാണ് തമോഗർത്തം. അടുത്തത് നമുക്ക് സൗരയൂഥത്തെ കുറിച്ച് പഠിക്കാം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് കോപ്പർനിക്കസ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ വ്യക്തിയാണ് കോപ്പർനിക്കസ്. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈറിസ്. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈറിസ്. ഏത് കുള്ളൻ ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഡിസ്നോമിയ? ഈറിസ്. ഈറിസ് എന്ന കുള്ളൻ ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഡിസ്നോമിയ. ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പാറക്കഷ്ണങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉൽക്കകൾ എന്നാണ്. ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ഉൽക്കകൾ എന്നാണ്. ഭാരതീയ സങ്കല്പങ്ങളിൽ സപ്തർഷികളായി കണക്കാക്കുന്ന നക്ഷത്ര കൂട്ടമാണ് അഴ്സ മേജർ. ഭാരതീയ സങ്കല്പങ്ങളിൽ സപ്തർഷികളായി കണക്കാക്കുന്ന നക്ഷത്ര കൂട്ടമാണ് അഴ്സ മേജർ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ക്ഷീരപഥത്തിന്റെ ഏത് ഭാഗത്താണ് സൗരയൂഥത്തിന്റെ സ്ഥാനം? ക്ഷീരപഥത്തിന്റെ വക്കിലായിട്ടാണ് സൗരയൂഥത്തിന്റെ സ്ഥാനമുള്ളത്. ഡോഗ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നക്ഷത്രമാണ് സിറിയസ്. സിറിയസ് അറിയപ്പെടുന്നത് ഡോഗ് സ്റ്റാർ എന്നുമാണ്. ഒരു ചെറിയ ആകാശഗോളം അതിനേക്കാൾ വലിയ മറ്റൊന്നിന്റെ മുന്നിലൂടെ പൂർണ്ണമായും മറയ്ക്കാതെ കടന്നു പോകുന്നത് സംതരണം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചെറിയ ആകാശഗോളം അതിനേക്കാൾ വലിയ മറ്റൊന്നിന്റെ മുന്നിലൂടെ പൂർണ്ണമായും മറയ്ക്കാതെ കടന്നു പോകുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സംതരണം. സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരത്തിലുള്ള സൗരയൂഥ വസ്തുക്കളാണ് ഈറിസും ഡിസ്നോമിയയും. സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരത്തിലുള്ള സൗരയൂഥ വസ്തുക്കളാണ് ഈറിസും ഡിസ്നോമിയയും. സൗരയൂഥത്തിന്റെ ഉത്ഭവം സംബന്ധിച്ച നെബുലാർ ഹൈപ്പോതീസിസിന്റെ ഉപജ്ഞാതാവാണ് ഇമ്മാനുവൽ കാന്ത്. സൗരയൂഥത്തിന്റെ ഉത്ഭവം സംബന്ധിച്ച നെബുലാർ ഹൈപ്പോതീസിസിന്റെ ഉപജ്ഞാതാവാണ് ഇമ്മാനുവൽ കാന്ത്. റോമാക്കാരുടെ പാതാളദേവന്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. റോമാക്കാരുടെ പാതാളദേവന്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. ഉപഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോഹന്നാസ് കെപ്ലർ ആണ്. ഉപഗ്രഹം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോഹന്നാസ് കെപ്ലർ ആണ്. ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്. ഏതൊക്കെയാണത്? ബുധൻ, ശുക്രൻ. ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്. അവ ബുധനും ശുക്രനുമാണ്.
സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് മിൽക്കി വേ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് മിൽക്കി വേ. സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. ഗ്രഹപട്ടികയിൽ നിന്ന് ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹമാണ് പ്ലൂട്ടോ. ഗ്രഹപട്ടികയിൽ നിന്ന് ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹമാണ് പ്ലൂട്ടോ. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് സ്പുട്നിക്. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാ? സ്പുട്നിക് ആണ്. 25-ൽ കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള 3 ഗ്രഹങ്ങളാണ് ഉള്ളത്. 25-ൽ കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള എത്ര ഗ്രഹങ്ങളാണുള്ളത്? 3 എണ്ണമാണ്. ബാഹ്യഗ്രഹങ്ങൾ അഥവാ ജോവിയൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നവ ഏതെല്ലാമാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബാഹ്യഗ്രഹങ്ങൾ അഥവാ ജോവിയൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ്. ഭൂമിയുടെ കസിൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് കെപ്ലർ 452b. ഭൂമിയുടെ കസിൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് കെപ്ലർ 452b. കുയിപ്പർ വലയത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വസ്തുവാണ് പ്ലൂട്ടോ. കുയിപ്പർ വലയത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വസ്തുവാണ് പ്ലൂട്ടോ. സൗരയൂഥത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നു എന്ന് കരുതുന്ന ഗോളീയ മേഘങ്ങളാണ് ഊർട്ട് മേഘങ്ങൾ. സൗരയൂഥത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നു എന്ന് കരുതുന്ന ഗോളീയ മേഘങ്ങളാണ് ഊർട്ട് മേഘങ്ങൾ. ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അന്തരീക്ഷത്തിൽ വെച്ച് കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉൽക്കാശിലകൾ എന്നാണ്. അന്തരീക്ഷത്തിൽ വെച്ച് കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളെ പറയുന്നത് ഉൽക്കാശിലകൾ എന്നാണ്. ആന്തരിക ഗ്രഹങ്ങൾ അഥവാ ഭൂസമാന ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നവ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ആന്തരിക ഗ്രഹങ്ങൾ അഥവാ ഭൂസമാന ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.